ചിന്മയ മിഷനും കൊല്ലങ്കോട് ചിന്മയ വിദ്യാലയയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന രാമായണം ജ്ഞാനയജ്ഞത്തിന് തുടക്കമായി. ഓഗസ്റ്റ് 5 മുതൽ 11 വരെയാണ് രാമായണം ജ്ഞാനയജ്ഞം നടക്കുന്നത്. വൈകിട്ട് 4:30 മുതൽ 6 വരെ കൊല്ലങ്കോട് ചിന്മയ വിദ്യാലയയിൽ വെച്ചാണ് രാമായണം ജ്ഞാനയജ്ഞം നടക്കുന്നത്. സംപൂജ്യസ്വാമി അശേഷാനന്ദയാണ് യജ്ഞാചാര്യൻ. രാമായണം നിത്യജീവിതത്തിൽ എന്നതാണ് ജ്ഞാനയജ്ഞത്തിന്റെ വിഷയം. എന്നെ ആശ്രയിക്കുമെങ്കിൽ, ഭഗവാനെ സ്മരിക്കുമെങ്കിൽ എന്തുണ്ടാവും? സാധുരേവ സമന്തവ്യ, അവനെ സാധുവായി സജ്ജനമായി കണക്കാക്കിക്കൊള്ളണം. ഇത് ഭഗവാന്റെ, ശ്രീകൃഷ്ണ ഭഗവാന്റെ സന്ദേശമാണ്, ഭഗവാന്റെ നിർദ്ദേശമാണത്. അവൻ സജ്ജനമാവും കഴിയാതെ. കാരണം ഉള്ളിലെ വാസനയ്ക്ക് അനുസരിച്ചിട്ടാണ് മനസ്സിലെ ചിന്തകൾ, ആ ചിന്തയ്ക്കനുസരിച്ചിട്ടാണ് മനസ്സ്, അതിനനുസരിച്ചിട്ടാണ് മനുഷ്യൻ. അപ്പൊ മനുഷ്യൻ മാറും, നന്നാവും ചിന്ത മാറിയ, മനസ്സ് മാറിയ. മനസ്സ് മാറണമെങ്കിൽ ചിന്തകൾ മാറണം. ചിന്തകളിൽ മാറ്റേണ്ടാവണമെങ്കിൽ തന്റെ ഉള്ളിലെ വാസനയിൽ, സംസ്കാരത്തിൽ മാറ്റേണ്ടാവും. അതിനുള്ള വഴിയാണ് ലോകത്തിൽ ഒരു കണ്ടുപിടുത്തം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഉണ്ടാ ജയിലിൽ കൊണ്ടേ ശിക്ഷിക്കണ്ടേ, പക്ഷെ ആളിൽ മാറ്റേണ്ടാക്കാൻ പറ്റുന്നുണ്ടോ? രാമായണ മാസം ആചരിക്കുന്ന വേളയിൽ നിത്യജീവിതത്തിന്റെ വിഷയ സങ്കീർണതകളെ സരളമായും ശാന്തമായും നേരിടാൻ രാമായണമെന്ന മഹാ ഇതിഹാസം നമ്മളെ എങ്ങനെ സഹായിക്കുമെന്നത് ഈ ജ്ഞാനയജ്ഞത്തിലൂടെ മനസ്സിലാക്കാനാവുമെന്ന് സംഘാടകർ പറഞ്ഞു. എല്ലാ ദിവസവും യജ്ഞത്തിന് മുന്നോടിയായി ചിന്മയ മിഷൻ അംഗങ്ങളും കൊല്ലങ്കോട് ചിന്മയ വിദ്യാലയയിലെ വിദ്യാർത്ഥികളും ദേവി ഗ്രൂപ്പും അവതരിപ്പിക്കുന്ന ഭജന, നൃത്തം, പ്രച്ഛന്നവേഷങ്ങൾ എന്നിവയുണ്ടായിരിക്കും. ചിന്മയ മിഷന്റെ പുസ്തകങ്ങൾ ലഭ്യമാകുന്ന ബുക്ക് സ്റ്റാളും യജ്ഞവേദിക്ക് സമീപം സജ്ജമാക്കിയിട്ടുണ്ട്. UTV ന്യൂസ്, പാലക്കാട്.